ഞാൻ എന്നെ കാണുന്നത് മാട്രിമോണിയിലാണ്. മാട്രിമോണിയിൽ നിന്ന് ഒരിക്കൽ പോലും ഒരു കല്യാണം കഴിക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തിരുന്ന ഒരാളായിരുന്നു. പിന്നെ എപ്പോഴും ഒരു ജോളി ടൈപ്പാണ് അവൻ. അന്ന് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും തമാശ പറഞ്ഞ് ചിരിച്ചും ചിരിപ്പിച്ചും. വളരെ എനർജറ്റിക് ആണ്, ആക്റ്റീവായിരുന്നു ആളെപ്പോഴും. എന്നെ കുഞ്ഞിലെ തൊട്ട് ഭയങ്കര ടേക്ക് കെയർ ചെയ്യുന്ന ഒരാളാണ്. സെക്കൻഡ് മദർ എന്നൊരു ഫീലാണ് എനിക്ക് ഫീൽ എപ്പോഴും. അതിപ്പോഴും അത് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആളുടെ പ്രൊഫൈൽ മാനേജ് ചെയ്യുന്നത് ആളുടെ മമ്മയാണ്. പുള്ളിക്കാരത്തിയാണ് എനിക്ക് റിക്വസ്റ്റ് ഇടുന്നത്. ഞാൻ വിചാരിച്ചത് ആളാണ് റിക്വസ്റ്റ് ഇട്ടത്. ജോസഫിന്റെ ഇത് പ്രൊഫൈൽ കണ്ടപ്പോൾ ശരിക്കും ഞാനാണ് ഇൻട്രസ്റ്റ് ഇട്ടത്. അങ്ങനെ സംസാരിക്കുമ്പോൾ എല്ലാ കോളുകളും ഒരു 1 hourലേക്കൊക്കെ പോകുന്നു. അതാണ് ആ ഒരു ടൈം പോകുന്നത് നമ്മൾ അറിയുന്നേ ഇല്ലായിരുന്നു. മമ്മയ്ക്ക് എന്തൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ കലമ്പ് പപ്പയ്ക്ക് കൊടുക്കും. ഏറ്റവും സ്നേഹം പപ്പയോടായിരുന്നു. ഇവർ കണ്ട ഏറ്റവും വലിയ റൊമാൻറ്റിക് ലൈഫ് അത് നമുക്ക് വലിയ ചലഞ്ചാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അപ്പനെ അമ്മേനെയൊക്കെ സ്നേഹിച്ച് വളർന്ന ഒരു പെൺകുട്ടി എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. ഞാൻ അവിടെയൊക്കെ അങ്ങ് സിങ്കായി. പിന്നെ വർത്തമാനം പറഞ്ഞ് പിന്നെ ചെടി വളരണ പോലെയായിരുന്നു. ബട്ട് ഇവിടെ ഭയങ്കരമായ കോൺഫിഡൻസ്, ഐ ക്യാൻ. ആ ഒരു ധൈര്യത്തിലാണ് കല്യാണം കഴിച്ചതും. ആ ഒരു പ്രാർത്ഥനയാണ് കെട്ടിയ മൊമെന്റിൽ പ്രാർത്ഥിച്ചത്. ഇതോടെ അറിയാമല്ലോ. ഈ പ്രൊഫൈല് ഫസ്റ്റ് അമ്മ കണ്ടത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞ അമ്മ ഫേക്ക് ആയിരിക്കും, പിന്നെ ജോസഫ് അന്നംകുട്ടിക്ക് ഏതായാലും മാട്രിമോണിയിൽ പ്രൊഫൈൽ ഇടേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെയാ പറഞ്ഞു. മനസ്സിലായില്ലേ നല്ല ആവശ്യമുണ്ടെന്ന്. ഞാൻ വിജയ് സൂപ്പറും പൗർണമിയും ആദ്യമായിട്ടുള്ള ഒരാള് സിനിമ കണ്ടാണ് ആ മൂവി ഞാൻ ചെയ്ത 1500ഓളം വീഡിയോസ്. പിന്നെ വിവാഹ ജീവിതം സുഖകരമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് കണ്ണടച്ച് നിന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം തീർന്ന് മുന്നോട്ട് പോകും. ഓക്കെ. എല്ലാ നേരം അടയ്ക്കാൻ പറ്റുമോ?